ഹായ് എവരി വൺ, ഞാൻ വിപിൻ വരലാൻഡ് സ്പ്ലെൻഡോർ ന്യൂസിലാൻഡ്. നിങ്ങൾക്ക് ന്യൂസിലാൻഡ് പ്രോസസ്സിംഗ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അറിയേണ്ട 2-3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ CGFNS അതായത് വെരിഫിക്കേഷൻ ചെയ്യുന്നത്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ID ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എല്ലാവരും, അതായത് നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം വെരിഫൈ ചെയ്യുന്നതാണ് CGFNSലൂടെ. അപ്പോൾ അതിന് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ്, അതിന് യൂസർ നെയിം പാസ്വേഡും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഫസ്റ്റ് ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം, എനിക്ക് CGFNSന്റെ യൂസർ നെയിം പാസ്വേഡും എനിക്ക് തരുമോ? രണ്ടാമത്തെ കാര്യം, IQN അതായത് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിന്റെ പോർട്ടലാണ്. അതിൻ്റെയും ഇതുപോലെ തന്നെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്. ഈ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾക്ക് തരുമോ എന്ന് നിങ്ങൾ ചോദിക്കേണ്ട രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഈ CGFNSന്റെയും IQന്റെയും പേയ്മെന്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ, അതായത് ഈ യൂസർ നെയിം പാസ്വേഡ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് തരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം മൂന്നാമത്തത്. നാലാമത്തെ ചോദ്യം, അതായത് നമുക്ക് CGFNSലായാലും ശരി, ഈ പറഞ്ഞ IQനിലായാലും ശരി, ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് കാൻഡിഡേറ്റ്. അപ്പൊ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ ഏജൻസികളും നിങ്ങളെ ധരിപ്പിക്കുന്ന, ഫേക്കായിട്ട് നിങ്ങളെ ധരിപ്പിക്കുന്ന തെറ്റായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അതായത് ഈ നിങ്ങൾ ഓതറൈസേഷൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാം എന്ന്. ഒരിക്കലും ഏജന്റിന് ചെയ്യാൻ സാധിക്കത്തില്ല, ചെയ്യാൻ പാടില്ല. അപ്പൊ അത് ചെയ്യുമ്പോൾ എല്ലാം ലീഗലായിട്ട് തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എംപ്ലോയ്മെന്റും പിന്നെ അതുപോലെ നിങ്ങൾ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷന്റെയും ഡിക്ലറേഷൻ അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട് തരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് CGFNS തീരണേക്കാളും മുമ്പ് ആ പോർട്ടലിൽ ചെയ്യേണ്ട ഒരു സംഭവമാണ്. നിങ്ങൾക്ക് തരുന്നില്ല എങ്കിൽ അത് ലീഗലായിട്ടല്ല ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ചോദിച്ച് വാങ്ങിക്കുക. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡും നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് എങ്കിൽ സ്പ്ലെൻഡോർ ഓവർസീസ് നമ്മുടെ അങ്കമാലി ബ്രാഞ്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ എതിർവശമാണ് നമ്മളുടെ ഓഫീസ്, റെഡ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്ലെൻഡോർ ചെയ്യുന്ന ടോട്ടലി ഒരു ട്രാൻസ്പെറന്റ് പ്രോസസ്സിംഗ് ആണ്. നോ ഹിഡൻ പ്രോസസ്സിംഗ്, നോ ഹിഡൻ ഫീസ്. അപ്പോൾ നിങ്ങൾ ന്യൂസിലാൻഡ് വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ ന്യൂസിലാൻഡ് ഉള്ളതുകൊണ്ട്, ഇപ്പൊ നമ്മുടെ കമ്പനി പാർട്ട്നേഴ്സ് എല്ലാവരും തന്നെ ന്യൂസിലാൻഡ് ഉള്ളതുകൊണ്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ നമ്പർ, ഒന്നെങ്കിൽ എൻ്റെ നമ്പറിൽ, ഞാനിപ്പോൾ ന്യൂസിലാൻഡ് പാമസ്റ്റ്നോർത്തിലാണ്, 17 എന്നുള്ളതാണ് എൻ്റെ നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് അതല്ല നമ്മൾ ഓഫീസിലായിട്ട് ഡയറക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൗൺസിലർ, നമ്മുടെ മാനേജേഴ്സ് ഒക്കെ അവിടെയുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ മാനേജറെ കോൺടാക്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വിപിൻ വരലാൻഡ് സ്പ്ലെൻഡോർ ന്യൂസിലാൻഡ്.